28 ഒക്ടോബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷുഡ് ഹാവ് എ യൂണിഫോം പോളിസി ഓൺ ലോ ആൻഡ് ഓർഡർ. അമിത്ഷാ നമ്മുടെ ഹോം മിനിസ്റ്ററാണ് പറയുന്നത്. സെൻട്രലൈസേഷൻ ഓഫ് ഡാറ്റ ഓൺ ടെറർ ആൻഡ് അതർ ക്രൈംസ് ഷുഡ് ബി ഡൺ ഇൻ എവറി സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലും ഡാറ്റ ഉണ്ടാവണം ടെററും അതും സംബന്ധമായ ക്രൈംസിനെ കുറിച്ചും. അതുപോലെ തന്നെ നമ്മുടെ ക്രൈംസിൻ്റെ നേച്ചർ, നമ്മുടെ നാട് ഫേസ് ചെയ്യുന്ന ക്രൈംസിൻ്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റും എക്യുപ്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എവറി സ്റ്റേറ്റ് ടു ഹാവ് എ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഓഫീസ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഓഫീസ് എല്ലാ സ്റ്റേറ്റിലും 2024 ആവുമ്പോൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. മെയിൻലി ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്സിന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പോളിസിയും അതുപോലെ തന്നെ ഒരു ഡാറ്റ രജിസ്ട്രിയും വേണമെന്നാണ് അമിത്ഷാ ഹോം മിനിസ്റ്റർ പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കോയിനേജ് വിത്ത് ഇമേജസ് ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഡേറ്റ്സ് ബാക്ക് ടു കുഷാൻസ്. അപ്പോൾ ഈ കോയിൻസിലൊക്കെ ഈ പറഞ്ഞ ഗോഡ്സിൻ്റെയും ഗോഡസസിൻ്റെ ഒക്കെ ഇമേജ്, ഇപ്പോൾ ദൈവങ്ങളുടെ ഇമേജ് വെക്കുക എന്ന് പറയുന്നത് ആരുടെ കാലം മുതൽക്കേ ഉള്ളതാണ്? കുഷാൻ കിങ്ഡം ഒക്കെ കേട്ടിട്ടില്ലേ? കുഷാൻസിൻ്റെ സമയത്തെ ഉള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്ത് ഇലക്ഷൻസിന് മുന്നോടിയായിട്ട് ഒരു പ്രോ ഹിന്ദു അപ്രോച്ചിന് വേണ്ടി ഹിന്ദു ഗോഡ്സിൻ്റെ ഇമേജസ് നോട്ടുകളിൽ വേണമെന്നും ഇനി RBI കൊണ്ട് പ്രിൻ്റ് എടുപ്പിക്കണമെന്നും. കാരണം എന്താണ്? ഈ പറഞ്ഞ എക്കോണമിക് പ്രോസ്പെരിറ്റിയും അതുപോലെ തന്നെ ഇന്ത്യക്ക് ഡെവലപ്മെൻറ്റും ഉണ്ടാക്കാൻ വേണ്ടി അത് നല്ലതാണെന്നാണ് ആര് പറയുന്നത്? അരവിന്ദ് കെജ്രിവാൾ. പുള്ളിക്കൊരു ആൻറ്റി ഹിന്ദു അപ്രോച്ച് ഉണ്ട് എന്ന് BJP അക്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോ ഹിന്ദു അപ്രോച്ചും ഹിന്ദുക്കളോട് കുറേ കൂടെ നല്ല സമീപനം എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള റിമാർക്ക്. എന്തായാലും ഒരു സെക്യുലർ രാജ്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും കോയിൻസിൽ ഈ പറഞ്ഞ ഗോഡ്സിൻ്റെ ഇമേജസ് ഒക്കെ വെക്കുന്ന ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷം മുമ്പേ ഉള്ളതാണ്. ഇറ്റ് ഡേറ്റ്സ് ബാക്ക് ടു കുഷാൻ. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ലിമിറ്റ്സ് ഓഫ് പ്ലഷർ. ഗവർണറിൻ്റെ റോള്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ പറയുന്ന ഒരു എഡിറ്റോറിയലാണിത്. നമുക്കറിയാം, എപ്പോഴും ഇപ്പോൾ ഈ ന്യൂസിൽ കാണുന്നൊരു കാര്യമാണ് കേരള ഗവർണറും അതുപോലെ തന്നെ കേരള ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള വാക്പോര്. അതുപോലെ തന്നെ പഞ്ചാബിലുള്ള കാര്യങ്ങൾ. പഞ്ചാബിൽ ഇതുപോലെ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. അപ്പോൾ പഞ്ചാബിലും ഗവർണർ അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ വൈസ് ചാൻസലർ നിയമനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കാലം കൊണ്ട് തന്നെ കോൺട്രവേഴ്സീസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനലി ഗവർണർക്ക് എന്താണ് റോള്, ഏതൊക്കെ രീതിയിൽ ഇടപെടാം, നന്നായി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏതൊക്കെ രീതിയിൽ ചെക്സ് ആൻഡ് ബാലൻസസ് ഗവർണറുടെ റോളിലുണ്ട്, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർക്ക് എന്തൊക്കെ പ്രൊറഗേറ്റീവ്സ് ഉണ്ട്, എന്തൊക്കെ റോൾസ് ഉണ്ട് എന്നതാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇതിലൊരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ പറഞ്ഞ ചില റിമാർക്സ് സെഡീഷ്യസ് ആണ്, രാജ്യവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇറ്റ് അണ്ടർമൈൻസ് ദ യൂണിറ്റി, ഇന്ത്യയുടെ യൂണിറ്റിയെ തകർക്കുന്നതാണ്, എങ്ങനെയുള്ള റിമാർക്സാണ് ഗവർണർ പറയുന്നത്. അതുപോലെ തന്നെ പുള്ളിനെ സാക്ക് ചെയ്യണം, പുള്ളിനെ റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താ? മിസ്റ്റർ ഖാൻ വാണ്ട്സ് മിസ്റ്റർ Balagopal dismissed for remarks that he sees as seditious, undermining national unity and stalking regionalism. However, Mr. Vijayan has rejected the demand. അങ്ങനെയാണെങ്കിലും പുള്ളിനെ റിമൂവ് ചെയ്യണമെന്ന് ഗവർണർ പറഞ്ഞതാണെങ്കിൽ കൂടി പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ അത് റിജക്റ്റ് ചെയ്തത്. മിസ്റ്റർ വിജയൻ ഹാസ് റിജക്റ്റഡ് ഇറ്റ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അഗ്രി വിത്ത് ദ ഗവർണേഴ്സ് അസസ്മെൻറ്റ് ദാറ്റ് an observation that those who had seen only universities in Uttar Pradesh would not understand universities in Kerala is seditious or goes against national unity. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഗവർണറുടെ സ്റ്റാൻഡ് ശരിക്കും മനസ്സിലാവാത്തതാണ്. അത് അത്രയധികം അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത കാര്യമാണ്. കാരണം ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഈ ആദ്യം ഈ പറഞ്ഞ ആൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, ബാലഗോപാൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ യൂണിവേഴ്സിറ്റീസ് കണ്ട ആൾക്കാർക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഫങ്ഷനിങ് മനസ്സിലാവില്ല എന്നൊരു റിമാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് രാജ്യവിരുദ്ധമാവുക, അല്ലെങ്കിൽ പൊതുവികാരത്തിന് വിരുദ്ധമായിട്ട് ആവുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂണിറ്റിയെ തകർക്കുക എന്നൊക്കെയാണ് നോർമലായിട്ടുള്ള ചോദ്യം. അതൊരു അനാലിസിസ് സൈഡിൽ അതൊരു എന്താ പറയുക, ഒരു പ്ലഷർ വിഡ്രോ ചെയ്യാൻ മാത്രമുള്ള കാരണമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഗവർണർക്ക് എത്രമാത്രം അധികാരങ്ങളുണ്ട്, എവിടെ ലിമിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അൾട്ടിമേറ്റ്ലി ചീഫ് മിനിസ്റ്ററാണ് റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഒരു അംഗത്തെ പുറത്താക്കാൻ. അപ്പോൾ പ്ലഷർ എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പ്ലഷർ ഓഫ് ദ ഗവർണർ ഈസ് ആക്ച്വലി ദ പ്രറഗേറ്റീവ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററിൻ്റെ ഡിസ്ക്രിഷനാണ് അയാളെ പുറത്താക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ. അല്ലാതെ ഗവർണേഴ്സ് പ്ലഷർ ആക്ച്വലി ഗവർണറിൻ്റെ അധികാരമല്ല.
എന്ന് വേണം പറയാൻ. ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ് വെൻ ദ ഗവർണർ കൺവേസ് ഹിസ് ഡിസ്പ്ലഷർ വിത്ത് മിനിസ്റ്റേഴ്സ് കണ്ടക്ട് ഇറ്റ് വിൽ ഹാവ് കൺസിഡറബിൾ പെർസ്വേസീവ് വാല്യൂ. ഹവർ ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് അൺറിലൻറ്റിംഗ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ രാജ്ഭവൻ ആൻഡ് ക്യാബിനറ്റ് ഇറ്റ് മേ ഹാവ് നോട്ട് ഇവോക്കഡ് എനി സീരിയസ് റെസ്പോൺസ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഗവർണർ ചീഫ് മിനിസ്റ്ററോട് റെക്കമെൻഡ് ചെയ്യുകയാണ് ഇയാളെ പുറത്താക്കണം അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അതിന് അതിഭീകരമായൊരു പെർസ്വേസീവ് പവർ ഉണ്ടാവും. കാരണം നോർമലി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഒക്കെ ഉണ്ടാവും, അതിനൊരു ബാക്കിലൊരു ഒരു ഇവൻ്റ് ഉണ്ടാവും, അത് അത്ര തന്നെ സീരിയസ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഭാഗത്തൊന്നും ഒരു സീരിയസ് റെസ്പോൺസില്ല. കാരണം ഈ പറഞ്ഞ വാക്പോര് കുറേ നാളായിട്ട് ഗവർണർ അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല കോൺട്രവേഴ്സീസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, വി സി നിയമനം, മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ആരിഫ് ഖാനും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എപ്പോഴും ഈ പറഞ്ഞ വാക്പോരിൽ റിഫ്റ്റിലും ഏർപ്പെട്ടത് കൊണ്ട് തന്നെ ഗവർണറുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഗവർണർ പ്ലഷർ വിഡ്രോ ചെയ്തു, ഒരു മിനിസ്റ്റർക്ക് ഉള്ള പ്രഷർ വിഡ്രോ ചെയ്തു എന്ന് ചീഫ് മിനിസ്റ്ററോട് കൺവേ ചെയ്താലും അതിലൊരു ആക്ഷൻ എടുക്കാൻ സാധ്യത കുറവാണ്, ആ റെസ്പോൺസ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. അത് ശരിയുമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർസ്വേസീവ് വാല്യൂ ഉള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ പുറകെ ഉണ്ടാവും. അല്ലാതെ ഒരു ചെറിയ റിമാർക്ക്, ഒരു ചെറിയ സെൻറ്റൻസ് പറഞ്ഞതുകൊണ്ട് അത് സെഡീഷ്യസ് ആണെന്നോ അല്ലെങ്കിൽ അത് നാഷണൽ യൂണിറ്റിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മിനിസ്റ്ററെ പുറത്താക്കാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഈ പറഞ്ഞ റിമാർക്കിന് അത്രത്തോളം സെഡീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം അതിൽ കാണാത്തത് കൊണ്ട് തന്നെ റെസ്പോൺസ് കുറവായിരിക്കും. ഇതിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹവർ ഡസ് നോട്ട് മീൻ ദാറ്റ് അണ്ടർലൈങ് കോൺട്രവേഴ്സി ഓവർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് വി സീസ് ടു യൂണിവേഴ്സിറ്റി ഇൻ കേരള ക്യാൻ ബി ബ്രഷ്ഡ് അസൈഡ്. കേരളത്തിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ ഓപ്ഷനില്ല. കാരണം അത് കാര്യമായിട്ട് തന്നെ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ആഫ്റ്റർ ദ സുപ്രീം കോർട്ട് സെറ്റ് അസൈഡ് ദ അപ്പോയിൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം, മിസ്റ്റർ ഖാൻ ഡയറക്ടഡ് 9 other VC to resign. അപ്പോൾ സുപ്രീം കോടതി ഒരു യൂണിവേഴ്സിറ്റിയിലെ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വി സി നിയമനം മാറ്റിവെച്ചു. അത് റദ്ദ് ചെയ്തത് കൊണ്ട് മിസ്റ്റർ ഖാൻ, നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ, ഡയറക്ടഡ് 9 other VC to resign, flagging that he felt similar legal infirmities in the appointment. അപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം അതുപോലെ തന്നെ 9 VC നിയമനത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് 9 പേര് റിസൈൻ ചെയ്യാൻ വേണ്ടി ആരാണ് പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ ഖാൻ, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ് പോയിന്റ് വാസ് ദാറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഇൻ ദ കേസ് ബിഫോർ ദ അപെക്സ് കോർട്ട്, ദീസ് VC2 were either appointed by submission of a സിംഗിൾ നെയിം ബൈ സെർച്ച് കമ്മിറ്റീസ്. അപ്പോൾ സാധാരണ ഇതിലത്തെ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത് ഒരാളെയാണ് വി സി നിയമനത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഒരാളെ അല്ല വേണ്ടത്, ശരിക്കും ഒരു പാനൽ 3 മുതൽ 5 വരെയുള്ള പേരുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് പകരം ഒരാളെ മാത്രം, അതായത് അയാളെ ഷുവറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും എന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിച്ചാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. UGC റെഗുലേഷൻ എന്താ പറയുന്നത്? വി സി നിയമനത്തിൽ VCയെ നിയമിക്കുന്ന സമയത്ത് 3 to 5 പേരുകൾ അടങ്ങുന്ന ഒരു ലിസ്റ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളുടെ പേര് മാത്രം സബ്മിറ്റ് ചെയ്ത് അത് അപ്രൂവ് ചെയ്യിക്കലല്ല എന്നാണ് പറയുന്നത്. അതാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് വേണം? UGCയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ നിയമങ്ങളനുസരിച്ച് വേണം എല്ലാ സ്റ്റേറ്റും പ്രവർത്തിക്കണം. അത് കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതാണ് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ നിയമങ്ങൾ, ഇപ്പോൾ VC നിയമനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തിന് അക്കോർഡൻസ് ആയിരിക്കണം, എന്തുമായി പൊരുത്തപ്പെട്ട് പോകുന്നതായിരിക്കണം? UGCയുടെ നിയമങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കണം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഗവർണറിൻ്റെ റോളും, ഗവർണറിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഗവർണറിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസാണ്, ചെക്സ് ആൻഡ് ബാലൻസസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓഫീസാണ്. ആ സമയത്തും ഗവർണറുടെ റോൾ എന്ന് പറയുന്നത് ഓവർ സ്റ്റെപ്പ് ചെയ്യുന്ന ലിമിറ്റ്സ് മനസ്സിലാക്കണം. ഒരു തരത്തിലും അതിൻ്റെ ജുറിസ്ഡിക്ഷൻ ഓവർ സ്റ്റെപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പ്ലഷറിൻ്റെ കാര്യം പറഞ്ഞു, വിഡ്രോവൽ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ. അതായത് ഇപ്പം ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു റിമാർക്കിൻ്റെ പുറത്ത് അദ്ദേഹത്തെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഗവർണറുടെ ആവശ്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ എന്നത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗവർണറുടെ റോളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ UGC എന്താണ് ഗൈഡ് ലൈൻസ് ഇറക്കിയിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഇപ്പോൾ VC നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നത്. അടുത്തത് തൂത്തുക്കുടി ഫയറിംഗ് ഇൻക്വയറി റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. വൈ വാസ് ജസ്റ്റിസ് അരുണ ജഗദീശൻ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ഫോംഡ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ തൂത്തുക്കുടി ഇൻസിഡൻറ്റ്? അപ്പോൾ ഈ സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റിൽ 2018 നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട
തൂത്തുക്കുടിയിൽ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട ന്യൂസാണിത്. അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ സ്റ്റേറ്റ് അതിൽ ന്യായീകരിക്കപ്പെടുന്നുണ്ടോ അല്ല പോലീസ് ചെയ്ത് തെറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ റിപ്പോർട്ട്, തൂത്തുക്കുടി ഫയറിംഗ് റിപ്പോർട്ട്, ഇൻക്വയറി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആരാണ് അതിൻ്റെ ഹെഡ്? ജസ്റ്റിസ് അരുണ ജഗദീശൻ കമ്മീഷനാണ് ഈ പറഞ്ഞ ഇൻക്വയറി നടത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഹെഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് അരുണ ജഗദീശനാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് October 18, തമിഴ്നാട് ഗവൺമെൻറ് ടേബിൾ ദ ഫൈനൽ റിപ്പോർട്ട് ഓഫ് ദ ജസ്റ്റിസ് അരുണ ജഗദീശൻ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ഇൻ ദ Assembly. The Commission of Inquiry was formed to inquire into the police firing that resulted in killing of 13 people. 13 പേര് മരിച്ചതിന് കാരണമായിട്ടുള്ള ഇൻസിഡൻറ്റിനെ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അരുണ ജഗദീശൻ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത്. 2018 ഈ പറഞ്ഞ സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റിൽ ഈ ഇൻസിഡൻറ്റ് നടന്നത്. യാതൊരു പ്രൊവോക്കേഷൻ കൂടി ഇല്ലാതെ ആണ് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഫയറിംഗ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് മെഷീനറിയുടെ ഭാഗത്താണ് തെറ്റിയെന്ന രീതിയിലാണ് ഈ പറഞ്ഞ ഇൻക്വയറി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ടേമിംഗ് ദ ഇൻസിഡൻറ്റ് എ ബിഗ് ബ്ലാക്ക് മാർക്ക് ഓൺ ദ സ്റ്റേറ്റ്സ് ഹിസ്റ്ററി, മിസ്റ്റർ സ്റ്റാലിൻ വൈൽ സ്പീക്കിംഗ് ഇൻ ദ അസംബ്ലി ഓൺ എ റിപ്പോർട്ട് സെഡ് ദാറ്റ് ദ കോമ്പൻസേഷൻ ടു ദ ഫാമിലീസ് ഓഫ് ദ ഡിസീസ്ഡ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ അനദർ 5 lakhs. 5 ലക്ഷം കൂടി ഈ പറഞ്ഞ 13 പേരുടെ ഫാമിലിക്കും കൊടുക്കും എന്നാണ്, കോമ്പൻസേഷൻ കൊടുക്കും എന്നാണ് സ്റ്റാലിൻ, തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് GM മസ്റ്റാർഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് വിൽ ബി റെഡി ഫോർ കൾട്ടിവേഷൻ ഇൻ 3 crop seasons എന്ന് IARI ഡയറക്ടർ പറഞ്ഞിരിക്കുകയാണ്. വെൽക്കമിംഗ് ദ ഡിസിഷൻ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ടു പ്രൊവൈഡ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഫോർ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, അശോക് കുമാർ സിംഗ്, ഡയറക്ടർ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെഡ് ദാറ്റ് ഇറ്റ് വിൽ ലീഡ് ടു ഫൈൻഡിങ് എ സയൻസ് ബേസ്ഡ് സൊല്യൂഷൻ ഫോർ മേജർ ചലഞ്ച് ഇമ്പോർട്ട് ഓഫ് എഡിബിൾ ഓയിൽ. അപ്പോൾ നമുക്കൊരു മേജർ ചലഞ്ചാണ് ഈ എഡിബിൾ ഓയിൽ, എണ്ണകൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മസ്റ്റാർഡ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ജനറ്റിക്കലി മോഡിഫൈഡ്, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ ഈൽഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ക്രോപ്സ് ഒക്കെ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് ഇവിടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയുടെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ഓഫ് എഡിബിൾ ഓയിൽ എന്ന ചലഞ്ച്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് എഡിബിൾ ഓയിലും കൂടി, അതായത് നമ്മൾ ഈ പറഞ്ഞ ഓയിൽസ് ഇമ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എഡിബിൾ ഓയിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിന് ഉപയോഗിക്കുന്ന ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറക്കാനും ഇത് സഹായിക്കുമെന്ന് പറയുന്നു. ഇന്നത്തെ ന്യൂസിൽ റുപ്പി ഗെയിൻസ് എസ് ഡോളർ സ്ലിപ്സ് അഗെയിൻസ്റ്റ് മേജർ കറൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് 82.81 എന്ന് പറഞ്ഞ വാല്യൂ ഒന്ന് 82.33 എക്സ്ചേഞ്ച് റേറ്റ് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ കൂടിയിട്ടുണ്ട്. പക്ഷേ $1 82.81 കൊടുക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ 82.33 കൊടുത്താൽ മതി എന്നാണ് ആ എക്സ്ചേഞ്ച് റേറ്റ് സൂചിപ്പിക്കുന്നത്. പക്ഷേ വളരെ കുറഞ്ഞൊരു അപ്രിസിയേഷൻ ആണെങ്കിലും രൂപയുടെ മൂല്യം കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ്. 2020 ന്യൂസിൽ വേൾഡ് കപ്പ് 2020 മാച്ചിൽ നെതർലാൻഡ്സിനെ ഇന്ത്യ തോൽപ്പിച്ചു എന്നതാണ് സ്പോർട്സിലെ ന്യൂസ്. അതുപോലെ തന്നെ സിംബാബ്വെ പാകിസ്ഥാനെ തോൽപ്പിച്ചത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്സെറ്റ് സിനാരിയോ ആണ്. കാരണം പാകിസ്ഥാനിൻ്റെ സംബന്ധിച്ച് അതൊരു അപ്സെറ്റ് സിനാരിയോ, കാരണം ഇത്രയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ള ടീം സിംബാബ്വെക്കെതിരെ തോറ്റു കഴിഞ്ഞാൽ ആദ്യത്തെ 2 മത്സരവും പാകിസ്ഥാൻ തോറ്റു എന്ന രീതിയിൽ ആയി ഗ്രൂപ്പ് സ്റ്റേജസിൽ. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.